നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കോവിറ്റ്സ് മോഡൽ. സോ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ പിതാവ് തന്നെയാണ് നമ്മളെ ഹാരി മാർക്കോവിറ്റ്സ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്ക് അല്ലെങ്കിൽ പ്രബന്ധം ഇറങ്ങിയത് 1952 അപ്പോൾ ആ പ്രബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ദ ഇമ്പാക്ട്സ് ഓഫ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ബൈ നമ്പർ ഓഫ് സെക്യൂരിറ്റി വിത്തിൻ എ പോർട്ട്ഫോളിയോ ആൻഡ് ദ കോവേരിയൻസ് റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാൽ ഒരു പോർട്ട്ഫോളിയോയിൽ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ്, ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റീസുകളും അതിൻ്റെ കോവേരിയൻസും എന്ത് ചെയ്യും, ആ സെക്യൂരിറ്റീസിൻ്റെ റിസ്കിനെ കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോവേരിയൻസിനെ പറ്റി പഠിച്ചു. സോ കോവേരിയൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് സെക്യൂരിറ്റീസ് തമ്മിലുള്ള വേരിയൻസിൻ്റെ അളവാണ് കോവേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോവേരിയൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൈ റിസ്ക് ആണ്. കോവേരിയൻസ് നെഗറ്റീവ് ആണെങ്കിൽ നിർത്തും എന്താ, ലെസ് റിസ്ക് ആണ്. കോവേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ രണ്ട് സെക്യൂരിറ്റീസ്, അപ്പോൾ എ എന്ന സെക്യൂരിറ്റിയും ബി എന്ന സെക്യൂരിറ്റീസും, അപ്പോൾ എൻ്റെ കോവേരിയൻസ് കൂടുമ്പോൾ ബീൻ്റെ കോവേരിയൻസ് കൂടുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് എന്ന് പറയും. എൻ്റെ കുറയുമ്പോൾ ബീൻ്റെ കൂടുകയാണെങ്കിൽ ദാറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്ന സെക്യൂരിറ്റീസിൻ്റെ കോവേരിയൻസ് നെഗറ്റീവ് ആണെങ്കിൽ ആ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോൻ്റെ ടോട്ടൽ റിസ്ക് എന്ത് ചെയ്യും, കുറയുമെന്നാണ് ആ ഒരു പ്രബന്ധത്തിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാർക്കോവിറ്റ്സിന് ശേഷം നമ്മളെ വില്യം സ്പെയർ എന്നൊരാൾ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ കൊണ്ടുവന്ന് നമ്മളെ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിക്ക് വീണ്ടും ഒരു ഉണർവ് നൽകി. 1964 അത്. സോ ഈ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ ഒരു ലിമിറ്റേഷൻസ്, അതായത് മാർക്കോവിറ്റ്സ് മോഡലിൽ നമുക്ക് ഒന്നിൽ അതല്ലെങ്കിൽ 2-3 സെക്യൂരിറ്റീസ് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു പ്രോബ്ലം കണ്ടെത്തിയിട്ട് ആ പ്രോബ്ലത്തെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ അദ്ദേഹം കൂടുതൽ സെക്യൂരിറ്റീസ്, ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, ഒരേ സമയം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ മോഡേൺ പോർട്ട്ഫോളിയോ, അതായത് നമ്മുടെ മാർക്കോവിറ്റ്സ് മോഡൽ പറയുന്നത് ദ റിസ്ക് ക്യാൻ ബി റെഡ്യൂസ് ത്രൂ ദി കോൺസെപ്റ്റ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻസ്. സോ നമ്മൾ ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന സമയത്ത് പലതരത്തിലുള്ള സെക്യൂരിറ്റീസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ കോവേരിയൻസ് നെഗറ്റീവ് ആണെന്നുള്ള സെക്യൂരിറ്റീസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ റിസ്ക് കുറയ്ക്കാൻ പറ്റും. അതുമാത്രമല്ല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻട്രസ്റ്റ് സെക്യൂരിറ്റീസും നമ്മളെ പോർട്ട്ഫോളിയോയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. സോ ദ ഇൻവെസ്റ്റേഴ്സ് properly select the weightage of collection of investment assets and together show low risk factors than the investment in any single or individual assets. അതായത് ഒരു കൂട്ടം അസറ്റ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒരൊറ്റ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും റിസ്ക് വേരിയേഷൻ അല്ലെങ്കിൽ റിസ്ക് ടോളറൻസ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരു സെക്യൂരിറ്റിയിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ റിസ്ക് എന്താണ്, ഹൈ ആണ്. അപ്പോൾ മാർക്കോവിറ്റ്സ് പറയുന്നത് വെച്ചാൽ നമ്മളൊരു പോർട്ട്ഫോളിയോയുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരൊറ്റ സെക്യൂരിറ്റി വെച്ചിട്ടല്ല, പകരം ഓവറോൾ ആ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ റിസ്ക് എടുത്തിട്ട് ഓവറോൾ റിസ്ക്കും അതുപോലെ തന്നെ ഓവറോൾ റിവാർഡും നോക്കിയിട്ടാണ് ഒരു പോർട്ട്ഫോളിയോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേരിയേഷനുള്ള സെക്യൂരിറ്റീസാണ്. നെഗറ്റീവ് സെക്യൂരിറ്റീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ സോ ഇറ്റ് വിൽ കോമ്പൻസേറ്റ്. ഇപ്പോൾ ഒരു സെക്യൂരിറ്റിയിൽ ഉണ്ടാകുന്ന നഷ്ടം മറ്റൊരു സെക്യൂരിറ്റിയിൽ ഉണ്ടാകുന്ന ലാഭം വെച്ചിട്ട് എന്ത് ചെയ്യും, കോമ്പൻസേറ്റ് ചെയ്യും. ആ കോമ്പൻസേറ്റ് ചെയ്യുന്നത് നമുക്കൊരു ഫേവറബിൾ രീതിയിലാണെങ്കിൽ, നമ്മൾ ഓവറോൾ കോസ്റ്റിനെ കുറച്ചിട്ടും നമുക്ക് ഹൈ റിട്ടേൺ തരുന്ന ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പോർട്ട്ഫോളിയോനെ സെലക്ട് ചെയ്യണം എന്ന് പറയുന്നത്. ദെൻ അസംഷൻ എന്തൊക്കെയാണ് മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ അസംഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് എന്താണ്, റാഷണലാണ്. ദേ സീക്കിംഗ് ഫോർ മാക്സിമം റിട്ടേൺ ആൻഡ് മിനിമൈസിങ് ദി റിസ്ക്. ഹൈ റിസ്ക് അല്ലെങ്കിൽ ലോ റിസ്ക് നിന്ന് ഹൈ റിട്ടേൺ കിട്ടാൻ ശ്രമിക്കണം എന്ന് പറയുന്നു. ദെൻ ഇൻവെസ്റ്റേഴ്സ് ആർ ഓൺലി വില്ലിങ് ടു അക്സെപ്റ്റ് ദി higher amount of risk if they compensate by the
ഹയർ റിട്ടേൺ. ഹയർ റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഹയർ റിട്ടേൺ കിട്ടണം. ദെൻ ഇൻവെസ്റ്റേഴ്സ് ടൈമിലി റിസീവ് ദി ഓൾ ഇൻഫർമേഷൻസ്. അപ്പോൾ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിൻ്റെയും ഇൻഫർമേഷൻസ് കറക്റ്റ് സമയത്ത് തന്നെ കിട്ടണം. പിന്നെ അടുത്ത കേസ് വെച്ചാൽ ദർ ഇസ് നോ ഇൻട്രസ്റ്റ് റേറ്റ്. ലെൻഡിങ്ങും അതുപോലെ ബോറോയിങ്ങും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റണം. ദെൻ മാർക്കറ്റ് ആർ പെർഫെക്റ്റ്ലി എഫിഷ്യൻറ്റ്. അതായത് നമ്മൾ ഫെമയുടെ മോഡൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എഫിഷ്യൻ തിയറീസ്. ഓൾ ഇൻഫർമേഷൻ അവൈലബിൾ ടു മാർക്കറ്റ് ഓ ദോസ് ഇൻഫർമേഷൻ വാസ് ക്രിയേറ്റഡ് which will influence the price of the security could already affect the stock price. അതായത് നമ്മൾ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആ സ്റ്റോക്കിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ഇൻഫർമേഷൻസ് എന്താണ് അത് ഓൾറെഡി ആ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഫെമ പറയുന്നത്. അപ്പോൾ അതേ രീതിയിലുള്ളൊരു കേസാണ്. അതായത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന എല്ലാ ഇൻഫർമേഷൻസും മാർക്കറ്റിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ സെക്യൂരിറ്റീസിനെ എഫക്റ്റ് ചെയ്യും. ദാറ്റ് വിൽ അബ്സോർവ് ദി ഇൻഫർമേഷൻ വെരി ക്വിക്ക്ലി പെർഫെക്റ്റ്ലി. അത് ദർ ഈസ് നോ ടാക്സ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ മോഡേൺ പോർട്ട്ഫോളിയോയിലെ റിസ്ക്കും റിട്ടേണാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റിസ്ക് നമുക്കറിയുന്ന 2 റിസ്ക്കാണ് മെയിൻലി ഉള്ളത്. ഒന്ന് സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്, മറ്റൊന്ന് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്. സോ സിസ്റ്റമാറ്റിക് റിസ്ക് എന്താ, നമുക്കൊരിക്കലും ഒഴിവാക്കി കൂടാൻ പറ്റാത്ത റിസ്ക്കാണ്. ദാറ്റ് ഈസ് മാർക്കറ്റ് റിസ്ക് ആണ്. വി കനോട്ട് ഡൈവേഴ്സിഫൈ ഇറ്റ് എനിവേസ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അത് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ആ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ അൺസിസ്റ്റമാറ്റിക് റിസ്ക് അത് ശരിക്കും പറഞ്ഞാൽ സ്പെസിഫിക് റിസ്ക് എന്ന് പറയും. സോ ദിസ് റിസ്ക് ഈസ് സ്പെസിഫൈഡ് ടു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ആൻഡ് ദാറ്റ് ക്യാൻ ബി ഡൈവേഴ്സിഫൈ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു ഒറ്റ ഇൻഡിവിജ്വലിനെ എഫക്റ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിൻ്റെ പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് ഡൈവേഴ്സിഫൈ ചെയ്യാം ബൈ ത്രൂ ഇൻക്രീസിങ് അവർ നമ്പർ ഓഫ് സ്റ്റോക്സ് ഇൻ ദി പോർട്ട്ഫോളിയോ. അപ്പോൾ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കിൻ്റെ നമ്പർ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അൺസിസ്റ്റമാറ്റിക് റിസ്ക് കുറയ്ക്കാനും പറ്റും. സോ ഒരു ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് റിസ്കിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കുന്നത് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ പോർട്ട്ഫോളിയോ ആണ്. ദെൻ ഇവിടെ റിസ്ക് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയാം. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോൻ്റെ ശരിക്കും ടോട്ടൽ റിസ്ക് എന്ന് പറയുന്നത് ഇതാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെയും കോമ്പിനേഷനാണ് ഈ ഒരു വര. നമുക്ക് പണി പറയാം. ദെൻ നമ്മളെ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് എന്തെങ്കിലും ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റാത്ത റിസ്ക്കാണ്. സോ ആ റിസ്ക് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. മാർക്കറ്റിൽ എത്രത്തോളം ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്ത് നമ്മൾ പോർട്ട്ഫോളിയോ എത്രത്തോളം ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ റിസ്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവില്ല. സോ നമുക്ക് ആകെ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ പറ്റും എവിടെ മാത്രമേ ഉള്ളൂ, അൺസിസ്റ്റമാറ്റിക് ആണ്. അപ്പോൾ നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ സ്റ്റോക്കും കൂടുതൽ കൊവേരിയൻസ് നെഗറ്റീവുള്ള സ്റ്റോക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, നമ്മൾ ടോട്ടൽ റിസ്ക് എന്ത് ചെയ്യും, കുറഞ്ഞ് ഇങ്ങനെ ലെവലിൽ പോകും. ദെൻ എഫിഷ്യൻറ്റ് ഫ്രണ്ട് തിയറം, നമ്മൾ റിട്ടേണിൻ്റെ കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫിഷ്യൻറ്റ് ഫ്രണ്ട് തിയറം ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹൗ ടു ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. നേരത്തെ സ്ലൈഡ് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കുറയ്ക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ എഫിഷ്യൻറ്റ് ഫ്രണ്ട് തിയറം എന്ന് പറഞ്ഞാൽ പറയുന്നത് ഫോർ എവരി റിട്ടേൺ there is one portfolio that offer the lowest possible risk. At the same time, for every return, there is one portfolio that offer the highest risk. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോ കോമ്പിനേഷനിൽ ഒരു പോർട്ട്ഫോളിയോ എന്തുണ്ടാവും, ദാറ്റ് വിൽ ഗിവ് ദ മാക്സിമം amount of profit or maximum amount of return with the highest risk. At the same time, there is one portfolio which offer the lowest risk with the lowest returns. So ഒരു എഫിഷ്യൻറ്റ് ഫണ്ട് തിയറം എന്ന് പറയുന്നത് the investors can choose their investment preference according to their risk tolerance. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്ന ഓരോ സ്ഥലത്തും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലേസിലും നമുക്ക് കിട്ടുന്ന റിട്ടേണിൻ്റെ അളവ്, അതായത് നമ്മൾ റിസ്ക് കൂടുന്തോറും നമ്മൾ റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. റിസ്ക് കുറയും തോറും നമ്മൾ റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പോൾ എഫിഷ്യൻറ്റ് ഫണ്ട് തിയറം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോയിങ് ദാറ്റ് ദ പോർട്ട്ഫോളിയോ വിച്ച് ഈസ് ഹാവിങ് ദി ലോവസ്റ്റ് പോസിബിൾ റിസ്ക് വിച്ച് വിൽ പ്രൊവൈഡ് ദി ലോവസ്റ്റ് എമൗണ്ട് ഓഫ് റിട്ടേൺസ്.
if the portfolio have the highest risk and it will give the highest amount of the returns. അപ്പോൾ മാർക്കോവിറ്റ്സ് മോഡൽ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ്. സോ ഇത് നമ്മൾ മെയിൻലി നോക്കുന്നത് മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ ഇക്വേഷനാണിത്. സോ വേരിയൻസ് അല്ലെങ്കിൽ റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ഓഫ് എച്ച്. അതായത് സെക്യൂരിറ്റി എച്ചിൽ എത്ര ശതമാനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ക്വയർ. ദെൻ അടുത്തത് വേരിയൻസ് ഓഫ് എച്ച്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറായ എച്ചിൻ്റെ വേരിയൻസ്, സെക്യൂരിറ്റി എച്ചിൻ്റെ വേരിയൻസ് പ്ലസ് സെക്യൂരിറ്റി വൈൻ്റെ പ്രൊപ്പോർഷൻ്റെ സ്ക്വയർ. ദ പ്രൊപ്പോർഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റഡ് ഇൻ ദി സെക്യൂരിറ്റി വൈ പ്ലസ് എത്രയാണ് 2 ഇൻറ്റു സെക്യൂരിറ്റി എച്ചിൻ്റെ എമൗണ്ട്, സെക്യൂരിറ്റി വൈൻ്റെ എമൗണ്ട്, ദെൻ ഇൻറ്റു എന്താ വരുന്നത് RHY. RHY എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യൻ ബിറ്റ്വീൻ ദി ടു സെക്യൂരിറ്റി. എച്ച് ആൻഡ് വൈ ആണെങ്കിൽ എച്ച് ആൻഡ് വൈൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിന് ഇൻറ്റു ചെയ്യാം. ദെൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പോർട്ട്ഫോളിയോ റിസ്ക് കിട്ടും അക്കോർഡിംഗ് ടു ദി മാർക്കോവിറ്റ്സ് മോഡൽ. സോ ഇതൊരു പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നമ്മൾ നോക്കാം. ഗിവൻ ദി ഫോളോയിങ് എക്സാമ്പിൾ ഫൈൻഡ് ഓഫ് ദി എക്സ്പെക്റ്റഡ് റിട്ടേൺസ് അല്ലെങ്കിൽ റിസ്ക് ഓഫ് ദി പോർട്ട്ഫോളിയോ. നമുക്ക് 2 സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട്, ACC തന്നിട്ടുണ്ട്, DCM തന്നിട്ടുണ്ട്. ദെൻ വി ഗെറ്റ് ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ 2 കാര്യങ്ങൾ മതി. പിന്നെ അതുപോലെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും തന്നിട്ടുണ്ട്, 0.05 തന്നിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മാർക്കോവിറ്റ്സ് മോഡൽ ഉപയോഗിച്ചിട്ട് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കോവിറ്റ്സ് മോഡലിന് ഇങ്ങനെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. വേരിയൻസ് ഓഫ് അല്ലെങ്കിൽ റിസ്ക് ഓഫ് ദി പോർട്ട്ഫോളിയോ ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷൻ ഓഫ് എക്സിൻ്റെ സ്ക്വയർ, അതുപോലെ അതിൻ്റെ വേരിയൻസ് പ്ലസ് പ്രൊപ്പോർഷൻ ഓഫ് വൈൻ്റെ പ്രൊപ്പോർഷൻ്റെ സ്ക്വയർ, അതിൻ്റെ വേരിയൻസ് പ്ലസ് 2x, അതായത് 2 ഇൻറ്റു എക്സിൻ്റെ പ്രൊപ്പോർഷൻ വൈൻ്റെ പ്രൊപ്പോർഷൻ ഇൻറ്റു നമ്മളെ കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു എക്സിൻ്റെയും വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ആയിട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റത്തെ കേസ് നമുക്ക് ആദ്യം നോക്കാം. റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ഇസ് ഈക്വൽ ടു നമ്മളെ ACCൻ്റെ പ്രൊപ്പോർഷൻ നോക്കി. എച്ച് സ്ക്വയർ നമ്മൾ എച്ച് ആയിട്ട് കണക്കാക്കുന്നത് ACCൻ്റെ പ്രൊപ്പോർഷനാണ്. അപ്പോൾ ACCൻ്റെ എത്ര 40 ആണ്, 0.4 നമ്മളെ സ്ക്വയർ 0.40 സ്ക്വയർ ഇൻറ്റു അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുള്ളത് നമുക്ക് 0.20 ആണ് അതിൻ്റെ സ്ക്വയർ പ്ലസ് നമ്മളെ വൈൻ്റെ പ്രൊപ്പോർഷൻ എത്ര നോക്കി. അപ്പോൾ അത് 60.6 സ്ക്വയർ ദെൻ മൾട്ടിപ്ലൈ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 30 സ്ക്വയർ. സോ നമുക്ക് ആദ്യത്തെ ഈ ലൈന് ഫിനിഷ് ചെയ്തു. ദെൻ അടുത്തത് ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലൈൻസ് നോക്കാം. അതെന്ന് വെച്ചാൽ 2 ഇൻറ്റു എക്സിൻ്റെ പ്രൊപ്പോർഷൻ. എച്ചിൻ്റെ പ്രൊപ്പോർഷൻ എത്ര തന്നിട്ടുള്ളത് നമുക്ക് 40. 2 ഇൻറ്റു എച്ചിൻ്റെ പ്രൊപ്പോർഷൻ 0.40 ഇൻറ്റു വൈൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ് 0.60 ഇൻറ്റു നമ്മളെ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എത്ര തന്നിട്ടുള്ളത് 0.50 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര തന്നിട്ടുള്ളത് 20 0.2 ഇൻറ്റു 0.3 നമ്മൾ
അപ്പോൾ ഈ ടോട്ടൽ ഇക്വേഷൻ ഇനി എന്ത് ചെയ്താൽ മതി, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആദ്യത്തെ പാതിയിൽ നമുക്ക് 0.0064 പ്ലസ് ദെൻ 0.00324 പ്ലസ് നമ്മൾ ലാസ്റ്റത്തെ ആ ഭാഗത്ത് 0.0144 കിട്ടും. സോ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ 0.0532 കിട്ടും. സോ ഇത് ശരിക്കും പറഞ്ഞാൽ വേരിയൻസ് ആണ്. അപ്പോൾ ഈ വേരിയൻസിന് നമ്മൾ എന്ത് ചെയ്യും, സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.231. അപ്പോൾ പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറയുന്നത് 2.231. ദാറ്റ്സ്